ഹലോ ഗൈസ്, അപ്പോൾ അതെ അടുത്തൊരു ആർക്കിൻ്റെ വീഡിയോയിലാണ്. ഇതിനകത്തൊരു ഈസ്റ്റർ ഇവൻ്റ് ഉണ്ട്. അപ്പം അതിനകത്ത് ഇപ്പം 2 ടൈപ്പ് ഡിനോസർ എക്സ്ട്രാ കയറിയിട്ടുണ്ട്. ഒരെണ്ണം മറ്റേ ഡൂഡോയും പിന്നെ ഒരെണ്ണം ഓംനി റാപ്റ്ററും. അപ്പം ഓംനി റാപ്റ്ററിന് അറിയാമല്ലോ, ഇത് മറ്റേ മുട്ടക്കള്ളൻ. മാഡ് ഗെയിംസ് സാറിനെ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം മുട്ടക്കള്ളനെ എന്തിനാണ് യൂസ് ചെയ്തിട്ടുള്ളതെന്ന്. അപ്പോൾ ഇത് 5-6 ടൈപ്പ് എഗ്ഗ് ഇടും. അതിനകത്ത് പ്രിമിറ്റീവ് ഉണ്ട്, മാസ്റ്റർ ക്രാഫ്റ്റ് ഉണ്ട്, അങ്ങനെ 3-4 ടൈപ്പ് ഉണ്ട്. അപ്പോൾ ഞാൻ ഒരെണ്ണം തിന്നു പ്രിമിറ്റീവിന് എന്തോ 5 ദിവസത്തിൽ അങ്ങനെയൊക്കെ വെച്ച് സ്റ്റാമിന ബൂസ്റ്റൊക്കെ ഉണ്ട്. നമുക്ക് സ്പീഡ് ബൂസ്റ്റും സ്റ്റാമിന ബൂസ്റ്റൊക്കെ കയറാറുണ്ട്. ഇപ്പം നമുക്ക് ഇതൊക്കെ കളക്ട് ചെയ്യാം ആദ്യം. പിന്നെ ഇത് കിട്ടാത്തവർക്ക് വേണ്ടി നമ്മൾ ഈ റെക്സിനെയും ഒക്കെ ബ്രീഡ് ചെയ്യിപ്പിച്ച് കഴിയുമ്പോൾ ഒരു ഫെർട്ടിലൈസർ എഗ്ഗിൻ്റെ ഒപ്പം വേറൊരു എഗ്ഗും കൂടി ഡ്രോപ്പ് ആകും. അപ്പം ആ എഗ്ഗ് ഈ എഗ്ഗും കൂടി ഡ്രോപ്പ് ആകും അതിൻ്റെ ഒപ്പം. അപ്പോൾ ആ മാസ്റ്റർ ക്രാഫ്റ്റ് അങ്ങനത്തെയൊക്കെ കിട്ടും. അങ്ങനെ നിങ്ങൾക്ക് എടുക്കാം. ഇപ്പം ടോപ്പിൽ ഫസ്റ്റ് സ്ലോട്ടിൽ 5ാമത് കിടക്കണതില്ലേ, അതെനിക്ക് അങ്ങനെ കിട്ടിയതാണ്. ഇത് എന്നൊന്നാണ്, ഇത് മാസ്റ്റർ ക്രാഫ്റ്റ്. അതെ, പിന്നെ മെറ്റലിൻ്റെ ഇതുണ്ടല്ലോ, അതേ കിടക്കണം. ഞാൻ കണ്ടില്ല ആ സമയത്ത്. ഇത് നമുക്ക് കൺസ്യൂം ചെയ്യാൻ പറ്റില്ല. ഞാൻ കുറേ പ്രാവശ്യം നോക്കി, എന്നിട്ട് നമ്മുടെ ഇതിനകത്ത് കൺസ്യൂം ചെയ്യാനുള്ള നമ്മുടെ ഡിനോൻ്റെ ഇൻവെൻട്രിയിൽ ഇട്ടതിന് ശേഷം കൺസ്യൂം ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഇതിന് വേറൊരു ഇതും കൂടി ഉണ്ട് കേട്ടോ. നമ്മളുടെ ഡിനോൻ്റെ കളറ് മാറും. 24 മണിക്കൂറാണ് ഇതിൻ്റെ ടൈമർ ഉള്ളത്. നമ്മൾ 24 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് കളിക്കണം, എന്നാലേ അതും ഇതാവുള്ളൂ. അപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുന്ന എല്ലാവരും ലൈക്കും ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം. അപ്പോൾ നമുക്കിത് കൺസ്യൂം ചെയ്യാം. ഇതേ കണ്ട ഡിനോയുടെ കളർ മാറിയത് കണ്ടോ? മാറിയില്ലല്ലേ, സോറി, കൺസ്യൂം ചെയ്തില്ലല്ലേ. ഇപ്പം മാറും. കൺസ്യൂം ഒരു കളറായി മാറി. അർജൻറ്റ് ആയുസ് ഒരു നല്ല തന്നെ സ്പീഡും ഇൻക്രീസ് ആവും. ഇതിനായി പുതിയതായിട്ട് ടൈം ചെയ്തതാണ്. നല്ല രീതിക്ക് തന്നെ ഇപ്പോൾ സ്പീഡും ഇൻക്രീസ് ആയിട്ടുണ്ട്. പിന്നെ ഡൂഡോൻ്റെ എഗ്ഗുണ്ട്, അത് ഞാൻ ഒന്ന് കാണിച്ചു തരാം. എന്തായാലും ഒരു പോണല്ലേ, വെറുതെ കാണിച്ചു തന്നേക്കാം. ഇപ്പം ഇത് 4 എഗ്ഗും കൂടി ഞാൻ എടുത്തിട്ടുണ്ട് അടുത്ത റെക്സിനെ വിരിയിപ്പിക്കാൻ വേണ്ടി. എന്താണിത്, ഇത് പോട്ടെ. ചെറുതായിട്ടില്ല, ആകാണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇപ്പം മാറി. അപ്പോൾ നമുക്ക് അടുത്ത ഡൂഡോൻ്റെ എഗ്ഗ് നോക്കാം. ഇത് കണ്ട, ഇതാണ് ഡൂഡോൻ്റെ എഗ്ഗ്. ഇത് നമുക്ക് മറ്റേ കുക്കിംഗ് ബോട്ടിൽ 30-40 എണ്ണമൊക്കെ എടുത്തിട്ട് കുക്കിംഗ് ബോട്ടിൽ കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്കൊരു സാധനം ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ഇതിങ്ങനെ വെച്ചിട്ട് പ്ലേസ് ചെയ്തിട്ട് പൊട്ടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ചിതിൻ കിട്ടും. എൻ്റെ ഇപ്പം നടക്കണ ഇതില്ലേ, നീരാളില്ലേ, അതേപോലെ ചിതിനൊക്കെ കിട്ടും. അപ്പം നോക്കട്ടെ, ഇതിനെടുക്കാൻ പറ്റണല്ലോ. എൻ്റെ എടുത്തോണ്ടും സിക്കിൾ എന്നല്ല എൻ്റെ പേര്. ഇതിട്ടാണ് സിക്കിൾ. സിക്കിൾ ഇതെടുത്തു. ഇനി നമുക്ക് ആ ഡൂഡോൻ്റെ എഗ്സ് കുറച്ച് എടുക്കാം. അപ്പം ടാറ്റ, ബൈ ബൈ. ഇനി നമുക്ക് നല്ല അടുത്തൊരു ആർക്കിൻ്റെ എപ്പിസോഡായിട്ട് പിന്നെ കാണാം. ടാറ്റ.